ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ന്യൂ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മായിയൊക്കെ ഉള്ള ഒരു ദിവസമാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മായിയൊക്കെ വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. സംഭവം എഡിറ്റൊക്കെ ചെയ്യാനായിട്ട് കുറച്ചൊന്ന് ലേറ്റായി പോയതാണ്. രാവിലെ തന്നെ നല്ല വെയിലാണ് കേട്ടോ. ഒരു 9 മണിക്ക് ശേഷം നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. നല്ല ചൂടാണ്. ചൂടും വെയിലും കാരണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇപ്പോൾ പേടിയാണ് കേട്ടോ. കാലത്തെ തന്നെ നേരം വിളിക്കുകയാണല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. കാലത്തെ തന്നെ നട്ടുച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. 9 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യം ആലോചിക്കുക കൂടി വേണ്ട കേട്ടോ. കാരണം മുറ്റമൊക്കെ നല്ല തിളച്ച് കിടക്കുന്നുണ്ടാവും. നമ്മുടെ ചക്ക മുറിച്ചു കേട്ടോ, നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴുക്കാനായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അമ്മ ആണ് കട്ട് ചെയ്തത് കേട്ടോ. അതായത് ഉമ്മച്ചിയുടെ രണ്ടാമത്തെ അനിയത്തിയാണ് കേട്ടോ നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാവിലത്തെ നാസ്തയുടെ പരിപാടിയൊക്കെ ഇന്ന് വളരെ ഗംഭീരമായിട്ട് തന്നെയായിരുന്നു. ഇന്നലെ നച്ചുമ്മ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് രാവിലെ നാസ്തയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മളിവിടെ പുട്ടും ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ആള് രാവിലെ തന്നെ നെയ്പ്പത്തലൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നെയ്പ്പത്തലും ഇടിയപ്പവും പുട്ടൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ളൊരു നാസ്ത തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചു. ഇന്ന് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ വാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അച്ചിങ്ങ പയർ തോരൻ വെക്കാം, പിന്നെ നമ്മുടെ ചക്ക എരിശ്ശേരി വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ എല്ലാ പണികളും പെട്ടെന്ന് തന്നെ തീർക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് കയറുന്നത് വല്ലാത്തൊരു രസമാണ് കേട്ടോ. അത് നമ്മുടെ കുടുംബ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഇവിടെ പിന്നെ ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവും ഇല്ല. കുക്കിങ്ങിൽ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ഒരുമിച്ച് ഹെൽപ്പ് ചെയ്യാൻ കയറണം. പെട്ടെന്ന് കഴിഞ്ഞാൽ പെട്ടെന്നിരുന്ന് വർത്താനം പറയാം എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഒരുമിച്ച് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മുടെ ചൈനീസ് ഓറഞ്ച് ഇട്ട് നല്ലൊരു ഫ്രഷ് ജ്യൂസ് അങ്ങ് അടിച്ചു കേട്ടോ. നല്ല റിഫ്രഷ്മെൻ്റ് ആണ് ഈ ഒരു ടൈമിൽ. നല്ല തണുത്ത വെള്ളം ഈ ഒരു ചൂടത്ത് കുടിക്കാനായിട്ട് രസമുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തൊണ്ടവേദന വരാനായിട്ട് ചാൻസ് ഉള്ളൊരു സമയം കൂടിയാണ്. വാപ്പച്ചിയാണെന്നുണ്ടെങ്കിൽ താഴത്തെ പെരയിടം ഫുള്ള് കത്തിക്കുകയാണ് കേട്ടോ. ചുമ്മാ പറഞ്ഞതാണ്. അവിടെ ഒരുപാട് ചവറൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ട് തീയിടുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞാൻ വെള്ളം കൊണ്ട് ചെന്നതാണ്. ഹീസുട്ടനാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് നേരം അമ്മയുടെ കൂടെയൊക്കെ ഇരുന്നു. പിന്നെ കരച്ചിൽ കാരണം ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തീയൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് വാപ്പച്ചി. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കയറി വന്നപ്പോഴാണ് അണ്ണൻ ദേ ഐസ്ക്രീമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഈ ചൂട് തിളയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷെ തൊണ്ടയുടെ കാര്യം പോവും. പക്ഷെ അതൊന്നും നോക്കുന്നില്ല ഗൈസ്. നമ്മൾ അന്തസ്സായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കോൺ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോൺ ഐസ്ക്രീമും ഉണ്ടായിരുന്നു, അതേപോലെ ചോക്കോബാർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് കഴിച്ചു. ചോറൊക്കെ നല്ല തണുത്തിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ചൂട് വാരി കഴിക്കാനായിട്ട് വയ്യാത്തത് കൊണ്ട് എല്ലാവരും നല്ല തണുത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫാനൊക്കെ ഇട്ട് എല്ലാത്തിൻ്റെയും ചൂട് മാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓരോ ചോക്കോബാർ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഊണൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ ചോക്കോബാർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഫുള്ള് ഐസ്ക്രീമിൻ്റെ കളി തന്നെയായിരുന്നു. കാരണം ചൂടെടുത്തിട്ട് ഒറ്റ മനുഷ്യന് ഇരിക്കാനായിട്ട് വയ്യായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിലൊക്കെ നമ്മൾ തണുത്തത് കുടിക്കുകയും ജ്യൂസ് അടിച്ച് കുടിക്കുകയും ഐസ്ക്രീം കഴിക്കുകയും ഒക്കെ ആയിരുന്നു കേട്ടോ. നാളെ ഇനി എന്തായാലും തൊണ്ടയുടെ കാര്യത്തിലൊരു തീരുമാനമാകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ കഴിച്ച് എല്ലാവരും ഒരു സൈഡിലേക്ക് പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കും വയ്യായിരുന്നു. നമ്മളെല്ലാവരും കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പുറത്തും കൂടെയൊക്കെ ആയിരുന്നു കുക്കിങ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയേർഡായി. പിന്നീട് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് തുണികൾ രാവിലെ വിളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മഴക്കോള് കണ്ടപ്പോൾ ഞാൻ ഓടി വന്നിട്ട് തുണികളൊക്കെ പറക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഹേസൂട്ടൻ്റെ ഹെൽത്ത് മിക്സ് ഞാൻ എടുത്ത് ഒന്ന് ജസ്റ്റ് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ വലിയ തൂക്കുപാത്രത്തിലാണ് കേട്ടോ ഹേസൂട്ടൻ്റെ ഹെൽത്ത് മിക്സ് ആണെന്നുണ്ടെങ്കിലും കൂരവാണെന്നുണ്ടെങ്കിലും ഒക്കെ പൊടിച്ച് സൂക്ഷിക്കുന്നത്. എന്നിട്ട് അത്യാവശ്യത്തിന് മാത്രം എടുത്ത് ഒരു ടിന്നിലേക്ക് ആക്കിയിട്ട് അതിൽ നിന്നാണ് കേട്ടോ കുറുക്കൊക്കെ കാച്ചാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത സമയത്ത് ചെറിയ നനവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തു. ചെറിയ തീയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്ത് വെയിലുള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും പൂപ്പലോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവുകയോ എല്ലാം ചെയ്യുമെന്ന് കരുതിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുറച്ച് നേരം ഒന്ന് വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്നെടുത്ത് തൂക്കുപാത്രത്തിൽ തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ലോഡ് തുണികളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ. ഇന്നത്തെ തുണി മടക്കൽ എന്ന് പറഞ്ഞാൽ ഒരു 3 ട്രിപ്പിൻ്റെ തുണികളുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം മടക്കി കഴിഞ്ഞപ്പോൾ ഒരു പരുവായി. അത് കഴിഞ്ഞിട്ട് ഫ്രഷായി. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു. ചായക്ക് ഇന്ന്
മോദകം ഉണ്ടായിരുന്നു, വാഴയ്ക്കപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ പഴംപൊരിയും പിന്നെ ആ ഒരു മോദകത്തിന് എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ പയറൊക്കെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടുള്ളത്, അപ്പോൾ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അണ്ണൻ എവിടെയോ പോകണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വരിക്കച്ചക്കയാണ് കേട്ടോ. കാറിലൊക്കെ ആക്കിയ സമയത്ത് ഹേസൂട്ടനെ മനസ്സിലായി ഇവരെങ്ങോട്ടോ പോവുകയാണെന്ന്. പിന്നീട് നമ്മളെ കയ്യിലേ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ ഡ്രസ്സൊക്കെ ചെയ്തിറങ്ങിയപ്പോൾ പിന്നെ ഭയങ്കര സങ്കടമായിരുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പോകുന്ന സമയത്തൊക്കെ നച്ചുമ്മ കൂടി ഉള്ളത് കൊണ്ട് കുട്ടി കുറച്ചൊരാശ്വാസമായിരുന്നു. എങ്കിലും നച്ചുമ്മയും കൂടെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നേ. ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത് ഭയങ്കര സന്തോഷമാണെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് വല്ലാത്ത സങ്കടമാണ്. ഇനി നമ്മുടെ വീട് ഉറങ്ങി ഇങ്ങനെ 3 പേരെ ഒരുമിച്ച് കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. ഇതാണ് നമ്മുടെ കുടുംബത്തിലെ 3 മുത്തുമണികൾ കേട്ടോ. ഉമ്മച്ചിയുടെ സഹോദരിമാര് ഇതാണ്. അപ്പോൾ അമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ തന്നെ നച്ചുമായി ഇറങ്ങുന്നത് കണ്ടിട്ട് ഈസോട്ട് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും പെട്ടെന്ന് സ്കൂട്ടായിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സങ്കടത്തോടെ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറാനായിട്ട് നോക്കി. എല്ലാവരും പോയതിൻ്റെ സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്നാണ് ആള് നമ്മുടെ കാറ് പുറത്ത് കിടക്കുന്നത് ശ്രദ്ധിച്ച കേട്ടോ. അപ്പോൾ തന്നെ ഉമ്മച്ചി നമുക്ക് കാർ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ഉമ്മച്ചിയുടെ അടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്തായാലും നമ്മുടെ വീടങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്നിട്ട് പോയ സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നീട് ഹീസുട്ടിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ആദ്യം നമ്മുടെ കാറിലൊക്കെ കയറി ഉമ്മച്ചി തിരിച്ച് നമ്മുടെ കാർ ഷെഡിലൊക്കെ ഇട്ട സമയത്ത് ഇത്തിരി ഒന്ന് ഹാപ്പി ആയിരുന്നു. പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നല്ല വിയർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ദേഹമൊക്കെ കഴുകിയിട്ട് കുറുക്കൊക്കെ കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. കുറുക്ക് കൊടുക്കുന്ന സമയത്ത് ഫുള്ള് കരച്ചിലും ബഹളമായിരുന്നു. എല്ലാവരും വന്നിട്ട് പോയതിൻ്റെ വിഷമം തന്നെയാണ്. നല്ല രീതിയിൽ സങ്കടവും കരച്ചിലും രാത്രിയിൽ ഫുള്ള് ഉണർന്നിട്ടുള്ള കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സങ്കടമാണ്. ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വീണ്ടും നമ്മൾ 4 പേരും മാത്രം ആകുമ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ ബൈ.